എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്ഥാപനമോ സർവീസ് സ്ഥാപനമോ ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനമോ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അതിനൊരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അനാലിസിസ് നടത്താറുണ്ട്. അതുപോലെ നമ്മുടെ മുകളിൽ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഇതെന്താണെന്നല്ലേ, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ദിവസം എത്ര മാത്രം എഫക്റ്റീവായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ടെന്നുള്ളത് ഓരോ ദിവസവും വൈകുന്നേരം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കാര്യങ്ങൾ ചെറുതായിട്ട് എഫക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ചെറിയൊരു നഡ്ജ്, ഒരു ബൂസ്റ്റ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ മുകളിലൊരു പ്രൊഡക്ടിവിറ്റി ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് അത്ര ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷേ അതെപ്പോഴും എന്താണ്, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള പ്ലാനിങ് ശരിയാക്കി തരും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ സമയം എന്തിനൊക്കെ ചിലവാക്കുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ട്രാക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് എപ്പോഴും നശിച്ചു പോകുന്നത്. കാരണം സമയം വെറുതെ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരുപാട് ഏരിയാസ് ഇപ്പോൾ നമുക്കുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ, സോഷ്യൽ മീഡിയ. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ വളരെയധികം ആക്റ്റീവാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു റെപ്രസെൻറ്റേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. കാരണം അവരുടെ വ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അവരെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് മറ്റ് സുഹൃത്തുക്കളുടെ ആക്ടിവിറ്റീസ് അറിയാനും നമ്മുടെ ഇൻ്റലിജൻസിനൊക്കെ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ എത്രമാത്രം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എത്ര മണിക്കൂർ, ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇൻട്രാക്ഷൻസ്, ഹൗ മച്ച് ടൈം സ്പെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്ര മണിക്കൂർ നമ്മൾ ചിലവാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എത്രമാത്രം കൂടുതലാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫോൺ കോൾസ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ടു ദ പോയിൻ്റ് കാര്യങ്ങൾക്കപ്പുറം, ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം ജോലിയായി ബന്ധപ്പെട്ട ഫോൺ കോൾ വന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ സ്ട്രെസ് റിലീവിങ് എന്ന രീതിയിൽ ഒരുപാട് മണിക്കൂർ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളെ ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തെ കളയുന്നതാണോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. പിന്നെ പ്ലാനിങ്. ചില ആൾക്കാർ പ്ലാൻ ചെയ്ത് സമയം കളയുന്നവരുണ്ട്. ഒരുപാട് നാൾ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഒന്ന് പാളിപ്പോയാൽ മറ്റേത് പ്ലാൻ ചെയ്ത്, അങ്ങനെ പ്ലാനിങ്ങിന് ഒരുപാട് സമയം, ആലോചനകൾക്ക് ഒരുപാട് സമയം. ഈ പറഞ്ഞ വാട്സപ്പ് പോലെയുള്ള ഗ്രൂപ്പുകൾ, പലപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പുകൾ തന്നെ ചില സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ PDF-കളും സ്റ്റഡി മെറ്റീരിയൽസൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് ഭയങ്കരമാണ്. പിന്നെ ആലോചന, ഈ പറയുന്നത് എന്താവും, എങ്ങനെയാവും. അപ്പോൾ ഇന്ന് കുറച്ച് പേരുടെ അഡ്വൈസ് മെമ്മോ വന്നു, അല്ലെങ്കിൽ ഇന്ന് മെയിൻസ് എക്സാമിൻ്റെ വേക്കൻസീസ് റിലീസ് ചെയ്തു. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആലോചന, അയ്യോ 30 തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ 50 തന്നെ ഉള്ളൂ, ഞാൻ എങ്ങനെ പഠിച്ചാൽ കിട്ടും, അങ്ങനെയുള്ള ആലോചനകളൊക്കെ. അപ്പോൾ ഈ പറയുന്നതിൽ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെന്നുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ആലോചനയും പ്ലാനിങ്ങും വാട്സപ്പും ഫോൺ വിളിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ റീൽസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒക്കെ ഈ പറഞ്ഞ ഒരു സ്ട്രെസ് റിലീവർ ആണെങ്കിൽ കൂടി ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് ഇത് കൺസ്യൂം ചെയ്ത്, ഇത്രയും പ്ലാറ്റ്ഫോംസ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എത്ര മണിക്കൂർ, ഇപ്പോൾ 10 മണിക്കൂറിനുള്ളിൽ ഇത്രയും പരിപാടികൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഇത്രയും പരിപാടികളാണ് സൈഡ് വൈസ് നടക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് പ്രൊഡക്റ്റീവ് എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ മുമ്പോട്ട് പോയി എന്ന് പറയുന്ന ദിവസത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0 തന്നെ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ മണിക്കൂർ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള മണിക്കൂർ എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ 2 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചു, ഫോൺ കോൾസിന് 1 മണിക്കൂർ ഒരു ദിവസം. ഇത് മുഴുവൻ ദിവസത്തെ കാര്യമാണ്. പ്ലാനിങ്ങും വാട്സപ്പൊക്കെ കൂടി സദാ നേരവും നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ആലോചന, ഉറക്കം എല്ലാം കൂടി 8 to 9 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര സമയമുള്ളത്? ഒരു സമയമില്ല. അപ്പോൾ ആക്ച്വലി മുഴുവനായിട്ടും എല്ലാം ഒഴിവാക്കിയിട്ട് 5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് വേണ്ടിയോ ഒരു പോർഷന് വേണ്ടിയോ അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം പഠിക്കാൻ വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മളെ കുറേ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസം. പിന്നെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരം കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ ആലോചനകൾ ഡൈവേഴ്സിഫൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടു ദ പോയിൻ്റ് എന്താണോ ഫോക്കസ് അത് കളയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ദിവസത്തെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എത്ര മണിക്കൂർ ഇനി പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും അവരവരുടെ ഡിസ്ക്രിപ്ഷനാണ് തീരുമാനിക്കുക എന്നുള്ളത്. ഇപ്പോൾ 5 to 6 എന്ന് പറയുന്നത്, പ്രൊഡക്റ്റീവായിട്ടുള്ള 5 to 6 hours എന്ന് പറയുന്നത് എപ്പോഴും
സിലബസ് തീർക്കാനും അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു 12 മണിക്കൂർ ഈ പറയുന്ന എല്ലാ എൻഗേജ്മെൻറ്റ്സിനും കൊണ്ട് വായിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു എൻഗേജ്മെൻറ്റും ഇല്ലാതെ 5 to 6 മണിക്കൂർ വളരെ പീസ്ഫുള്ളായി വായിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.